أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മളുടെ 7ാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഫെയിലിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു അറബി ഭാഷയിൽ 3 തരം പദങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ: ഇസ്മ, ഫെയിൽ, ഹർഫ്. അതിൽ ഇസ്മിനെ കുറിച്ചും ഹർഫിനെ കുറിച്ചും ഏകദേശ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഫെയിലിനെ കുറിച്ചാണ്. ഇസ്മ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ പേരുകളും ഇസ്മാണ്. പേരിന് പകരമായിട്ട് ലമീറുകൾ വരും. ലമീറുകൾ 14 രൂപങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ അതിന് അറ്റാച്ച്ഡ് ലമീർ എന്ന് പറയുമ്പോൾ കാക്കുമാക്കും, കീക്കുമാക്കുന്ന, യാന, അതുപോലെ താത്തുമാത്തും, തീത്തുമാത്തുന്ന, അങ്ങനെയുള്ള അറ്റാച്ച്ഡ് ലമീറുകളും അതിന് വരും. പക്ഷെ 14 രൂപമാണ് അതിനുള്ളത്. 14 രൂപം എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് എന്ന് മനസ്സിലാക്കൊന്നും വേണ്ട. നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ഹോംവർക്ക് ചെയ്തോ എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, നീ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അറബി ഭാഷയിൽ അങ്ങനെയല്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ പ്രത്യേക പദം ഉപയോഗിക്കണം, പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേക പദം ഉപയോഗിക്കണം. അതായത് മുദക്കറിനും മുഅന്നസിനും സെപ്പറേറ്റ് പദം ഉപയോഗിക്കണം. കാരണം അറബി ഭാഷയിൽ എന്തൊരു പദം എടുത്താലും ഒന്നുകിൽ അത് മുദക്കറായിരിക്കും അല്ലെങ്കിൽ അത് മുഅന്നസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ പദം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഫെയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തി ഒരു കാലത്ത് ഒരു പ്രവൃത്തി നടന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഫെയിലിൽ മാളി എന്ന് പറയുക. അത് കഴിഞ്ഞ കാലക്രിയ, ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തി നടന്നു എന്ന് പറയണമെങ്കിൽ അറബി ഭാഷയിൽ ചില നിയമങ്ങളുണ്ട്. ഒന്നുകിൽ ആ ഇരുന്ന ആൾ മുദക്കറാണോ മുഅന്നസാണോ എന്ന് അറിയണം. ഒരാളാണോ രണ്ടാളാണോ അല്ല രണ്ടിൽ കൂടുതലാണോ ആളുകളാണോ ഇരുന്നത് എന്നറിയണം. അതുപോലെ തന്നെ ഈ 3 ഗ്രൂപ്പിൽപ്പെട്ട പറയുന്ന ആളാണോ അല്ല കേൾക്കുന്ന ആളാണോ അതല്ല ഇവിടെ ഇല്ലാത്ത ആൾക്കാരാണോ ഇരുന്നത് എന്നും അറിയണം. അതാണ് ലമീറിൽ പഠിച്ച 14 രൂപങ്ങൾ. ഈ 14 രൂപത്തിൽ ഒരാളെ കിട്ടണം. അപ്പോഴേ ഇരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഇരുന്നു എന്ന് ഒരാൾ ഇരുന്നു എന്ന് പറയണമെങ്കിൽ ഈ 3 വകുപ്പിലിട്ട് ആരെങ്കിലും ഒരാളായിരിക്കണം. ഒന്നുകിൽ പുരുഷനായിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കണം. ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ എന്ന് മനസ്സിലാവണം. ഞാനാണോ ഇരുന്നത്, നിങ്ങളാണോ ഇരുന്നത്, അതല്ല ഞങ്ങൾ 2 കൂട്ടരും അല്ലാത്ത മറ്റൊരാളാണോ ഇരുന്നതെന്നും അറിയണം. അപ്പോഴാണ് അറബി ഭാഷയിൽ ഇരുന്നു എന്ന് പറയണമെങ്കിൽ കഴിയുകയുള്ളൂ. അപ്പോൾ ഫഅല എന്ന് പറയുമ്പോൾ അവൻ ഇരുന്നു എന്നാണ്. ഫഅല എന്ന് പറയുമ്പോൾ അവൻ പ്രവർത്തിച്ചു എന്നാണ്. അതുപോലെ തന്നെ ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു എന്നാണ്. അപ്പോൾ ഫഅല എന്ന് പറയാൻ നമ്മൾ കാരണം നമ്മൾ അറബി ഭാഷയിലെ 75% പദങ്ങളും 3 അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അറബി ഭാഷയിലെ 75% പദങ്ങളും 3 അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അതിനെല്ലാം ഒരു റൂട്ട് വേർഡായിട്ടാണ് നമ്മൾ ഫഅല എന്ന് ഉപയോഗിക്കുന്നത്. ഫാ, ഐന്, ലാമ്, 3 അക്ഷരം. ഫാ, ഐന്, ലാമ്, ഫഅല. ഈ റൂട്ട് വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 75% പദങ്ങൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനാണ്. അപ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ, അവൻ എന്ന് പറയുമ്പോൾ ഞാനല്ല നിങ്ങളല്ല അങ്ങനത്തെ ഒരാളാണ്. ഫഅല അവൻ പ്രവർത്തിച്ചു. അപ്പം ഞാൻ 2 പേർ പ്രവർത്തിച്ചു എന്ന് പറയണമെങ്കിൽ ഫഅല എന്ന് പറയണം. ഒരു അൽഫ് കൊടുത്ത് നീട്ടണം. ഫഅല, അവർ 2 പേർ പ്രവർത്തിച്ചു. ഫഅലു എന്ന് പറയുമ്പോൾ അവർ പ്രവർത്തിച്ചു. ഫഅല അവൻ പ്രവർത്തിച്ചു, ഫഅല അവർ 2 പേർ പ്രവർത്തിച്ചു. ഫഅലു എന്ന് പറയുമ്പോൾ അവർ പ്രവർത്തിച്ചു എന്നാവും. ഫഅലു എന്ന് എഴുതുമ്പോൾ ലമ്മിനെ ദീർഘിപ്പിക്കാനുള്ള വാവ് കൊടുത്തതിന് ശേഷം ഒരു അൽഫ് കൂടി എക്സ്ട്രാ കൊടുക്കണം. ഫഅല, ഫഅലു, അവൻ പ്രവർത്തിച്ചു, അവർ 2 പേർ പ്രവർത്തിച്ചു, അവർ പ്രവർത്തിച്ചു. ഇനി അതിൻ്റെ നേരെ സ്ത്രീലിംഗം ഫഅലത്ത്,
അവൾ പ്രവർത്തിച്ചു. ഫഅലത്ത അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽന അവർ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅല അവർ രണ്ടുപേർ പ്രവർത്തിച്ചു. ഫഅലു അവർ പ്രവർത്തിച്ചു. ഫഅലത്ത് അവൾ പ്രവർത്തിച്ചു. ഫഅലത്ത അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽന അവർ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇനി മുഖാത്തിബിനോട് പറയുകയാണെങ്കിൽ ഫഅൽത നീ പ്രവർത്തിച്ചു. ഫഅൽത എന്ന് പറയുമ്പോൾ നീ ഒരു പുരുഷനായിരിക്കണം, എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം, ഒരാളായിരിക്കണം. ഫഅൽത, ഫഅൽതുമ നിങ്ങൾ രണ്ടുപേർ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽത, ഫഅൽതുമ, ഫഅൽതും. ഇനി അതൊരു സ്ത്രീയാണെങ്കിലോ, എൻ്റെ മുന്നിൽ ഒരു സ്ത്രീയാണെങ്കിൽ ഫഅൽതി നീ പ്രവർത്തിച്ചു. ഫഅൽതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽതുന്ന നിങ്ങൾ സ്ത്രീകൾ പ്രവർത്തിച്ചു. അപ്പോൾ ഗായിബിന് 6 രൂപം, മുഖാത്തബിന് 6 രൂപം. ഇനി മുത്തക്കല്ലിമിന് 2 രൂപയുള്ളൂ. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. അത് ബഹുവചനമായിട്ട് നമ്മൾ എന്നും കൂടി പറയും. അതിനർത്ഥം നാം ബഹുവചനമായിട്ട് പറയുമ്പോൾ നാം എന്നും പറയും, ഞങ്ങൾ എന്നും പറയും. അപ്പോൾ ഇതാണ് ഈ 14 രൂപം. ഈ 14 രൂപത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കണം ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് മനസ്സിലായി കിട്ടും. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇതാണ് ഈ 3 അക്ഷരത്തിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഈ റൂട്ട് വേർഡ് നമ്മൾ ഈ ഫോർമുല ഒരിക്കൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ 75% പദങ്ങൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഒരിക്കൽ പഠിച്ചാൽ 75% പദങ്ങളെയും നമ്മൾക്ക് ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫോർമുലയാണ്. അതിൽ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് ചില പദങ്ങൾ നമുക്ക് നോക്കാം, എങ്ങനെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പം നസ്ര എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു എന്നാണ്. നസ്ര എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു. അപ്പം നസ്ര എന്ന് പറഞ്ഞാലോ അവർ രണ്ടുപേർ സഹായിച്ചു. നസ്രു എന്ന് പറഞ്ഞാൽ അവർ സഹായിച്ചു. നസ്രത്ത് അവൾ സഹായിച്ചു. നസ്രത്ത അവർ രണ്ട് സ്ത്രീകൾ സഹായിച്ചു. നസർന അവർ സ്ത്രീകൾ സഹായിച്ചു. ഇനി നസർത്ത നീ സഹായിച്ചു. നസർത്തുമ നിങ്ങൾ 2 പേർ സഹായിച്ചു. നസർത്തും നിങ്ങൾ സഹായിച്ചു. നസർത്തി നീ ഒരു സ്ത്രീ സഹായിച്ചു. നസർത്തുമ നിങ്ങൾ 2 സ്ത്രീകൾ സഹായിച്ചു. നസർത്തുന്ന നിങ്ങൾ സ്ത്രീകൾ സഹായിച്ചു. നസർത്തു ഞാൻ സഹായിച്ചു. നസർന ഞങ്ങൾ സഹായിച്ചു. അപ്പോൾ നമ്മൾ ആ ഫഅല പഠിച്ച അതേ രൂപം തന്നെ നസറക്കും കൊടുത്തത്. ഇനി ജാല എന്ന് പറഞ്ഞാൽ അവനാക്കി എന്നാണ്. ജാല അവനാക്കി. ജാല ജാല ജാലു. ജാലത്ത് ജാലത്ത ജാൽന. ജാൽത്ത ജാൽത്തുമ ജാൽത്തും. ജാൽത്തി ജാൽത്തുമ ജാൽത്തുന്ന. ജാൽത്തു ജാൽന. അതുപോലെ തന്നെ ഇനി റസക്കൊക്കെ ഉപയോഗിച്ച് നോക്കി. റസക്ക തന്നെ അവൻ റിസ്ക് നൽകി, അല്ലെങ്കിൽ നൽകി എന്നും അർത്ഥമുണ്ട്, റിസ്ക് നൽകി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ റസക്കും ഇതേ ഈ ഫോർമുല ഒന്ന് ഉപയോഗിച്ച് നോക്കി. റസക്ക റസക്ക റസക്കു. റസക്കത്ത് റസക്കത്ത റസക്ന. റസക്ത റസക്തുമ റസക്തും. റസക്തി റസക്തുമ റസക്തുന്ന. റസക്തു റസക്ന. അതുപോലെ തന്നെ എല്ലാ പദങ്ങൾക്കും 75% പദങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇത്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ 14 രൂപത്തിൽ മാറ്റം വരുമ്പോൾ ആ അതിൻ്റെ തുടക്കത്തിലുള്ള അർത്ഥം മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അത് മാത്രമാണ് ഡിക്ഷണറിയിലും ഉണ്ടാവുകയുള്ളൂ. തുടക്കത്തിലുള്ള ഈ പ്രാഥമിക രൂപം മാത്രമേ അറബി ഭാഷയിൽ നിഘണ്ടുവിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഒരു നിഘണ്ടുവിൽ നമുക്ക് അർത്ഥം അറിയില്ലെങ്കിൽ നോക്കിയാലും അത് കിട്ടും. അത് 14 രൂപത്തിൽ വ്യത്യസ്തമായി കൊണ്ടുവരാനും ഇത് പഠിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കഴിയും. വളരെ ലളിതമാണ്, പഠിക്കേണ്ടത് ഒരു പ്രാവശ്യമാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 75% പദങ്ങൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. അതിൻ്റെ പ്രധാനത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.
നമ്മൾ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ എളുപ്പമായി പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. ഇത് പരലോകത്ത് ഒരു മുതൽക്കൂട്ടാകാൻ അള്ളാഹു ഞങ്ങൾക്ക് കാരണമാക്കണമേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിൽ ഈ പദങ്ങൾ ഉപയോഗിച്ച് ഖുർആനിൽ എങ്ങനെ മനസ്സിലാക്കാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇൻഷാ അള്ളാഹ് വളരെ എളുപ്പമായി പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.